നമസ്കാരം. ഇറാനെ തകർത്തു തരിപ്പണമാക്കുക അല്ലെങ്കിൽ ഇറാന്റെ ആണവ ശക്തിയെ തകർത്തെറിയുക എന്ന ഒരു ഒറ്റ ലക്ഷ്യമാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളത്. ഇതിന്റെ ഭാഗമായി ജൂണിൽ നടന്ന സംഘർഷത്തിൽ അമേരിക്കൻ ബോംബറുകളാണ് ഇറാന്റെ ആണവ നിലയത്തിൽ ബോംബിട്ടത്. ഇതോടെ ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കിയതായാണ് ട്രംപ് തന്നെ പരസ്യമായി അവകാശപ്പെട്ടിരുന്നത്. ട്രംപിന്റെ തള്ള് എന്നതിലുപരി അതിൽ യാതൊരുവിധ യാഥാർത്ഥ്യവും ഇല്ല എന്ന് വൈകിയാണെങ്കിലും ഇസ്രയേലിനും അമേരിക്കയ്ക്കും മാത്രമല്ല ലോകത്തെ രാജ്യങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് തടയാൻ ഇസ്രയേലിന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം തകർക്കാനാണ് ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ചിരുന്നത്. എന്നാൽ ആ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിപ്പോഴും ഭദ്രമായി തന്നെ ഇറാനിൽ ഉള്ളതിനാൽ ഏത് നിമിഷവും ആണവായുധം നിർമ്മിക്കുവാൻ ഇറാന് കഴിയും. ഇറാൻ ആണവ ശക്തിയായി മാറുന്നത് ഒരേ സമയം ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്ക് കൂടി ഭീഷണിയാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഡിസംബർ 29 വൈറ്റ് ഹൗസിലെ മാർ എ ലാഗോയിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന കൂടിക്കാഴ്ചയെ ഗൗരവമായാണ് ലോക രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഈ കൂടിക്കാഴ്ച ഇസ്രയേലിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അജണ്ടയിൽ ട്രംപ് വീണുപോയാൽ അമേരിക്കയ്ക്ക് നല്ല നാളുകളായിരിക്കില്ല വരാൻ പോകുന്നത്. ഇസ്രയേൽ എന്ന ജൂതരാജ്യം ഇപ്പോൾ വലിയ ആശങ്കയിലും ഭയത്തിലുമാണുള്ളത്. ഗാസയിൽ നടത്തിയ ആക്രമണം മുതൽ ഇറാനുണ്ടായ ഏറ്റുമുട്ടൽ വരെ എടുത്തു പരിശോധിച്ചാൽ ഇസ്രായേൽ എന്ത് ലക്ഷ്യം മുൻനിർത്തിയാണോ ആക്രമണം നടത്തിയത് ആ ലക്ഷ്യം അവർക്ക് നേടാനായിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാൻ സൈന്യവുമായി കൂടുതൽ അതായത് ഇറാന്റെ സൈന്യം കൂടുതൽ ശക്തിയാർജിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയും ഫിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനുമായുള്ള ഏറ്റുമുട്ടലിന് ശേഷം 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ചർച്ച കൂടിയാണ് ഈ നടക്കാൻ പോകുന്നത്. അമേരിക്ക ഒരുപാട് രാജ്യങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു ആണവ രാജ്യത്തെ അവർ ആക്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഉത്തരം. ഇവിടെ ഉത്തര കൊറിയയെയും അമേരിക്ക ആക്രമിക്കാൻ ചിന്തിക്കുമ്പോൾ സ്വയം നാശം ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുകൂടി ചിന്തിക്കേണ്ടി വരുന്നു. ആയുധ കരുത്ത് ഉപയോഗിച്ച് ഉത്തര കൊറിയയെ നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞേക്കാം. അതിന് പക്ഷേ വലിയ വില തന്നെ അവർക്ക് കൊടുക്കേണ്ടതായി വരും. തീർച്ചയായും അത്തരമൊരു യുദ്ധം നടക്കുമ്പോൾ ആദ്യം തന്നെ ഉത്തര കൊറിയ ആണവായുധം പ്രയോഗിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമുള്ളത് ഖത്തറിലാണ്. ആ താവളത്തിന് ചുറ്റും അമേരിക്ക വിന്യസിച്ചിരിക്കുന്ന ആധുനിക ടെക്നോളജിയിൽ പിറന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ്. ഇറാൻ സാമ്പിളായി പറത്തിവിട്ട മിസൈലിനെ തടുക്കാൻ പോലും പറ്റാതിരുന്ന പ്രതിരോധ സംവിധാനങ്ങൾക്ക് എങ്ങനെയാണ് ആണവ പോർമുഖം സംഘടിപ്പിച്ച വരുന്ന മിസൈലിനെ തടുക്കാൻ കഴിയുക? ഇതൊക്കെ പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഇറാന്റെ മിസൈലുകൾ തടയാൻ ഇസ്രായേലിന്റെ അയൺ ഡോമിനെയും അമേരിക്കയുടെ താഡ് ഉൾപ്പെടെ ഉണ്ടായിട്ടും ഇസ്രായേലിൽ വീണിരിക്കുന്നത് ഇറാന്റെ അനവധി മിസൈലുകളാണ്. ഇസ്രായേൽ ഒരു ബങ്കർ രാജ്യമല്ലായിരുന്നു എങ്കിൽ ആ രാജ്യത്തെ എത്ര പേർ കൊല്ലപ്പെടുമായിരുന്നു എന്നതും പ്രതിരോധ വിദഗ്ധർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോയി. ഇറാനുമായി ഒത്തുതീർപ്പിന് എത്തേണ്ടി വന്നതു തന്നെ ഖത്തറിലെ അമേരിക്കൻ താവളത്തിൽ ഇറാന്റെ മിസൈൽ വീണപ്പോഴാണ്. മുൻകൂട്ടി ഖത്തറിനെ അറിയിച്ച ശേഷമാണ് അന്ന് ഇറാൻ ഇത്തരം ഒരു സാമ്പിൾ വെടിക്കെട്ടിന് മുതിർന്നത്. ആണവായുധമില്ലാതെ തന്നെ അങ്ങനെ ഒരു ധൈര്യം ഇറാൻ കാട്ടിയെങ്കിൽ ആണവശക്തിയായി മാറിയാൽ അവർ എന്തൊക്കെ കാണിക്കുമെന്ന് ലോകത്താർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. 86 വയസ്സുകാരനായ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉറച്ച നിലപാടും ഇറാൻ സൈന്യത്തിന്റെ നിശ്ചയദാർഢ്യവുമാണ് ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത്. ആ കരുത്തു തകർക്കാൻ ഇറങ്ങിയവരാണ് ഇപ്പോൾ ഇറാൻ ആണവ ശക്തിയാകുമെന്ന് കണ്ട് വീണ്ടും ഭയന്നു തുടങ്ങിയിരിക്കുന്നത്. ആ ഭയം തന്നെയാണ് നെതന്യാഹുവിനെയും ട്രംപിനെയും വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. മുമ്പ് നടത്തിയതുപോലെ ഇറാനെ ഇനിയും ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രയേലും തുനിഞ്ഞാൽ അത് വിനാശകരമായ യുദ്ധത്തിലാകും കലാശിക്കുക. കാരണം ഇറാൻ ആണവ പരീക്ഷണം നടത്തിയിട്ടില്ലെങ്കിലും അവരുടെ കയ്യിൽ ആണവായുധം ഇല്ലെന്ന് ഇപ്പോൾ പോലും ഉറപ്പിച്ചു പറയാൻ പറ്റുകയില്ല.
ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അമേരിക്കൻ ഏജൻസികൾ തന്നെ സമ്മതിക്കുന്ന സാഹചര്യത്തിൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇറാന്റെ 11 മുതിർന്ന ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടുവെങ്കിലും ഈ രംഗത്തെ വിദഗ്ധർ നിരവധി ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഇറാനിലുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. അന്താരാഷ്ട്ര സമ്മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒരു ദ്രുത ആണവ പരീക്ഷണം നടത്തുമെന്നാണ് സ്ഥാനമൊഴിയുന്ന മൊസാദ മേധാവ് ഡേവിഡ് ബാർണിയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.